യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്നലെ നീട്ടി ഉത്തരവ് വന്നിരുന്നു. എന്തായാലും ആ ഒരു വാർത്ത വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയായിരുന്നു. എന്തായാലും ഇനി മോചനമാണ്. നിമിഷപ്രിയയുടെ മോചനം ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൗദി എംബസി മുഖേനയും ഭരണകൂടത്തിലും ഇരയുടെ കുടുംബത്തിലും സ്വാധീനമുള്ള സ്വകാര്യ വ്യക്തികൾ വഴിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. വധശിക്ഷ നീട്ടി നൽകിയെങ്കിലും നിമിഷപ്രിയയുടെ ശിക്ഷ ഒഴിവാക്കി നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി നന്ദഗോപനുണ്ട്. നന്ദഗോപൻ, ചർച്ചകൾ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഖി, അതായത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഇന്ന് നടത്താനായിരുന്നു കോടതി വിധിച്ചിരുന്നത്. എന്നാൽ ആ വധശിക്ഷ ഇപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ചാണ് ഇന്നലെ ഒരു ഉത്തരവുണ്ടായത്. എന്നാൽ ഇത് താൽക്കാലികമായി മാറ്റിവെക്കുകയല്ല, മറിച്ച് നിമിഷപ്രിയയുടെ പൂർണ്ണമായ മോചനം ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രവർത്തനമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാർ നിരന്തരം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരിട്ട് ഒരു നയതന്ത്ര ചർച്ചകൾക്കപ്പുറം അവിടുത്തെ ഭരണകൂടത്തിലും വളരെ സ്വാധീനമുള്ള വ്യക്തികളും അതിനോടൊപ്പം തന്നെ ഈ ഇരയുടെ കുടുംബവുമായി അടുപ്പം പുലർത്തുന്നവരുമായാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ അനൗദ്യോഗിക പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചില സ്വകാര്യ വ്യക്തികൾ വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. അതുകൊണ്ടാണ് വധശിക്ഷ മാറ്റിവെച്ചത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ തോതിലുണ്ടായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതായത് കേരളത്തിൽ നിന്നുമുള്ള പലരും ഇത്തരത്തിൽ യമനിൽ അവർക്ക് സ്വാധീനമുള്ളവരെയൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വധശിക്ഷ മാറ്റിവെക്കുവാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിനെ ഇടയാക്കിയത് അത് കേന്ദ്ര സർക്കാരിൻ്റെ അനൗദ്യോഗികമായ ഇടപെടലിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഭാരതത്തിന് അവിടെ എംബസി ഇല്ല. അവിടെ സൗദി എംബസി മുഖേനയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്. സൗദി എംബസിയാണ് അവിടെ ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് അവിടെ നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, സൗദിയെ സംബന്ധിച്ചിടത്തോളം ഭാരതവുമായി ഇപ്പോൾ വളരെ അടുത്ത ചെങ്ങാത്തം പുലർത്തുന്ന അറബ് രാജ്യങ്ങളിലൊന്നാണ്. അങ്ങനെ സ്വാഭാവികമായും ആ സൗദിയുടെ ഒരു സമ്മർദ്ദ ഫലം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ഭാരതത്തിൻ്റെ സർക്കാർ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മോചനദ്രവ്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് മണി, ഈ ബ്ലഡ് മണി സ്വീകരിക്കുവാൻ വേണ്ടി ഇരയുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് MLA നിയമപ്രകാരം സ്വാഭാവികമായും ഈ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അവിടെ ഈ കൊലയാളിയൊക്കെ അല്ലെങ്കിൽ പ്രതിക്ക് മാപ്പ് നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ ആ ഇരയുടെ കുടുംബാംഗങ്ങൾ മുഴുവനായി അതിനെ അനുകൂലിക്കണം. അങ്ങനെ ഒരു ബ്ലഡ് മണി സ്വീകരിക്കുവാൻ വേണ്ടി ആ ഇരയുടെ കുടുംബാംഗങ്ങൾ മുഴുവനായും തയ്യാറാകണം. എങ്കിൽ മാത്രമേ ആ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ആ പ്രതിയെ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് യമനിലെ ഒരു നിയമം. അതുകൊണ്ട് തന്നെ ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ കൺവിൻസ് ചെയ്യാൻ അവരുമായി ചർച്ച നടത്തുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് ഇതുമായി നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ ഭാരത സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നതുവരെ ആ പോരാട്ടം തുടരുമെന്നുള്ളതും കഴിഞ്ഞ ദിവസം അനിൽ ആന്റണി അടക്കം സൂചിപ്പിക്കുകയുണ്ടായി. ഇതേ നിലപാട് പലതവണ വിദേശകാര്യ മന്ത്രാലയവും പലതവണ ആവർത്തിച്ചതാണ്. കോടതിയിലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ആവർത്തിച്ചതാണ്. ഏതായാലും കോടതിക്കും ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിൽ രാജ്യം അനൗദ്യോഗികമായി നടത്തുന്ന ചർച്ചകളിലൂടെ അത് സാധ്യമാകൂ. പ്രത്യേകിച്ച് യമനുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവും ഭാരതത്തിനില്ല എന്നുള്ളതാണ്. യാത്രാവിലക്കടക്കം നിലനിൽക്കുന്ന രാജ്യമാണ് യമൻ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം യമൻ സർക്കാരിലും അതേപോലെ തന്നെ ഈ ഇരയുടെ കുടുംബത്തിലുമൊക്കെ സ്വാധീനമുള്ള വ്യക്തികൾ വഴിയാണ് ഭാരത സർക്കാർ ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയം അനൗദ്യോഗികമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഒരു തരത്തിലും പുറത്തുവിടാൻ കഴിയില്ല. അത് ഈ ചർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. രാഖി.